അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രസവോളം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഈശോ ദൈവപുത്രനാണെന്നും മത്തായി 16:16 പത്രോസിനെ വിളിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ പത്രോസേ, മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത്. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഈശോ ദൈവപുത്രനാണെന്ന് പോലും ഒരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ, ഈശോയെ കുമ്പിട്ട് ആരാധിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയണം. അല്ലാതെ ഒരിക്കലും സാധ്യമല്ലെന്നറിയാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് ദൈവവചനം നമ്മെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊറിന്തോസിന്റെ 12-ാമത്തെ അധ്യായത്തില് 1 മുതൽ 3 വരെയുള്ള വചനത്തില് 3-ാമത്തെ വചനം പറയും, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ഗ്രഹിക്കണം. അപ്പം ഈശോ കർത്താവാണെന്ന് ഏറ്റുപറയും. ഈശോ ആണ് ദൈവം, ഈശോ മാത്രമാണ് രക്ഷകൻ. യോഹന്നാൻ 14:5-6 ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നില്ല. ആ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയണമെങ്കിൽ, അത് ഗ്രഹിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയണം. അപ്പോസ്തലന്മാരെ നിറഞ്ഞ് അതേ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ ഇറങ്ങണം. വെറുതെ വന്നപ്പോൾ അത് നല്ല പവർഫുള്ളായിട്ട് നമ്മുടെ ആത്മാവിൽ വന്ന് നിറഞ്ഞെങ്കിൽ മാത്രമേ കാലഘട്ടത്തെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടുതലായിട്ട് തേടി ഇത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമുക്കറിയാം, നമ്മൾ പെന്തക്കോസ്തേക്ക് ഒരുങ്ങുമ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ഒരുങ്ങുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി ഒരുങ്ങുക. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് ധാരാളമായിട്ട് ഒഴുകും. യോഹന്നാൻ സുവിശേഷം 15:4 മുതൽ, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളും. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. അന്ന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ വേണ്ടി നമ്മൾ കൊതിയോടെ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചുള്ള പ്രാർത്ഥിക്കണം.